എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാരമൽ പോപ്കോൺ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ റെസിപ്പി ഇട്ടിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബട്ടറും സൺഫ്ലവറും ഓയിലും കൂടിയിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് കോൺ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സീഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 1/2 കപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ സീഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോ ഇതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു മൂടി വെച്ചിട്ടങ്ങ് മൂടി കൊടുക്കാം. നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ് പൊട്ടി തീരുന്നത് വരെ നിങ്ങൾ അതിന്റെ മൂടി തുറക്കരുത്. പൊട്ടിത്തെറിക്കും, പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കാരമൽ പോപ്കോൺ ആക്കി എടുക്കണം. അപ്പൊ ആ 1/2 കപ്പിൽ നിന്ന് നമുക്ക് ഇത്രയും പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാരമൽ തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കത് ഈ പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലോട്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കാരമലിന്റെ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഈ ഒരു കളറും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിനേക്കാളും കുറവ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോപ്കോൺ ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പോപ്കോൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ കാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു വിഭവമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ സോസ് ഉണ്ടാക്കുമ്പോൾ ഷുഗർ ഒരുപാട് അങ്ങോട്ട് കരിയാൻ പാടില്ല. ആ ഒരു കളർ ആവുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ ബട്ടർ ചേർക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഷുഗർ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയി പോകും. അതുപോലെ തന്നെ നമ്മൾ പോപ്കോൺ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ സോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പോപ്കോൺ ഇടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതായത് ഇങ്ങനെ കട്ട കൂടിയിട്ടാവും ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചേർക്കുന്ന ബട്ടറിന് ഉപ്പില്ലെങ്കിൽ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നമ്മൾ ആ സോസ് ഉണ്ടാക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ സീഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ആ മൂടിയോട് കൂടിയിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സീഡും പൊട്ടാതെ കിടക്കുന്നുണ്ടാവും. അത് പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.